അസ്സലാമലൈക്കും. റഫാസ് കിച്ചൺ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഒരു ബർഗർ തയ്യാറാക്കാം. അതും നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ആദ്യമായിട്ട് നമുക്ക് ബർഗറിന് വേണ്ടിയിട്ടുള്ള പാറ്റീസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. 1 കൈപ്പിടി മല്ലിയില, കുറച്ച് പുതിനയില, 1/2 സവാള, 1 പച്ചമുളക്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീരും 1 സ്പൂൺ തൈരും 1 മുട്ടയുടെ മഞ്ഞക്കരുവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാൻ ബോൾസ് ആക്കി ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാറ്റീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാറ്റീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിടരുത്, കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പാറ്റീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാം. ബർഗറിന് ആവശ്യമായിട്ട് ഞാൻ പാറ്റീസ് എടുത്തിട്ടുണ്ട്. 3 തക്കാളി ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള, കുറച്ച് ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ബർഗറിന് ആവശ്യമായ ബന്ന്. എനിക്കിവിടെ ബർഗറിൻ്റെ ബന്ന് കിട്ടിയിട്ടില്ല, സാദാ ബന്നാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 2 ചീസ് എടുത്തിട്ടുണ്ട്. ഈ ബന്നിനെ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ബട്ടർ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതുകൊണ്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് സോസ് കുറച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന തക്കാളി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാപ്സിക്കവും കൂടി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സവാളയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വന്ന ക്യാപ്സിക്കവും വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മയണൈസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളുടെ മുറിച്ച് വെച്ചിരുന്ന ബൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്റ്റിക്കോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈർക്കലായാലും മതി ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ബർഗർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ബർഗറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ
നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി എനിക്ക് കാണാം ഇൻഷാ അല്ലാ.